അവർ കരിയർ ബ്രേക്കുള്ളവരെ എടുക്കില്ല. അതുപോലെ തന്നെ IT ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസും നല്ല ലോ ആയി. കറന്റ് ഞാൻ കീബോർഡിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹലോ, ഞാൻ ഹസ്ന. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. 2015 BTech ECE പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് 2 months കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു മോനുണ്ട്. കറന്റ് ഞാൻ കീബോർഡിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. റിയാക്ട് ഡെവലപ്പറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആംഗുലാർ, നോഡ്.js ഒക്കെ കവർ ചെയ്ത് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. ഞാൻ +2 സയൻസ്, ബയോളജി സയൻസ് ആയിരുന്നു പഠിച്ചത്. പിന്നെ BTech ECE പഠിച്ചു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെയാണ് പാസ്സായത്. കോളേജ് കഴിഞ്ഞപ്പോൾ ഫ്രഷർ എന്നുള്ള രീതിയിൽ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ജോബ് കിട്ടാൻ ഇത്ര ഈസി ആണെന്നുള്ളത് കൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സിൽ തന്നെ, ഞാൻ IT-യിൽ ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രോണിക്സിൽ ആണ് വർക്ക് കിട്ടിയത്. ജോബ് ഇലക്ട്രോണിക്സ് CAD എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അത് പക്ഷെ ഒരു കരിയർ ഗ്രോത്ത് ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോബ് സ്വിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രഗ്നൻ്റ് ആയ ഒരു പാരന്റിങ് ബ്രേക്ക് ഒക്കെ എടുത്തത്. അപ്പോൾ പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് പിന്നെ വർക്കിന് പോകണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നു. എന്നാലും ഒരു കരിയർ സെറ്റ് ആയിട്ടില്ലല്ലോ എന്നുള്ള ഒരു വോയിഡ് ഫീൽ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ട്യൂഷനൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ PSC നോക്കി. PSC-യിൽ കുറേ എക്സാംസ് ഒക്കെ എഴുതി, റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈം കൊറോണ ടൈമാണ്. പിന്നെ മൊത്തത്തിലൊരു ലാഗ് ആയിരുന്നു. റിസൾട്ട് ആയാലും അതിൽ പ്ലേസ്മെന്റ് ആയാലും ഭയങ്കര ലാഗ് ആയതുകൊണ്ട് പിന്നെ അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഒക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗവൺമെന്റ് ജോബിന് അത്ര വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം അല്ല ഇപ്പം എനിക്ക് തോന്നി. ലൈക്ക് IT ഇൻഡസ്ട്രി ഒക്കെ ഗവൺമെന്റിനെക്കാട്ടും നല്ല ഗ്രോത്ത് ഉള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് ഞാൻ IT-യിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവേ എല്ലാവരും ഒരു സ്ട്രെസ് ഉള്ള ഫീൽഡാണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് നല്ലത് കുറച്ചുകൂടി എന്നൊക്കെ, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ, പലർക്കും പല അഭിപ്രായമാണ്. അപ്പം ഞാൻ കുറേ ആലോചിച്ചു IT തിരഞ്ഞെടുക്കണോ എന്നൊക്കെ. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു ഇലക്ട്രോണിക്സ് ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് ഞാൻ കണ്ണൂർ ITIയിൽ ജോയിൻ ചെയ്തു. പക്ഷെ അവിടെ ആയാലും നമുക്ക് ജോബ് ചെയ്യുന്ന ടൈം സാലറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് നമുക്കൊരു പെർമനന്റ് അല്ല. ലൈക്ക് 1 year ആണ്, പിന്നെ എപ്പോഴാണ് വാക്കൻസി വരിക നമുക്ക് തന്നെ ഒരു പ്രെഡിക്റ്റബിൾ അല്ല. അപ്പം അതേ പോസ്റ്റ് തന്നെ നമ്മൾ പക്ഷെ പ്രൈവറ്റ് ITIസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറി കുറവാണ്, കരിയർ ഗ്രോത്തും ഇല്ല. അപ്പോൾ അതും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു ജോബിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു വേറൊരു IT പഠിക്കാൻ വേണ്ടി, അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മീൻസ് ഡെവലപ്പേഴ്സ് ഒന്നും അല്ല, നോർമലി ജസ്റ്റ് ഒന്ന് ഇത് ഡെവലപ്മെന്റ് പഠിച്ചിട്ട് ഉള്ള ആൾക്കാരാണ് നമുക്ക് ട്രെയിനിങ് ചെയ്യുന്നത് ടീച്ചേഴ്സായിട്ട്. അപ്പോൾ അവരെ അവർ പഠിപ്പിക്കുന്ന സ്റ്റൈലൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തീരെ ഒരു എന്താ പറയാ, ഒരു ദിവസം പോയി പിന്നെ നമുക്ക് പിറ്റേന്ന് പോകാനൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ഇല്ല. ലൈക്ക് അങ്ങനെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രശ്നമാണോ ആ ടീച്ചേഴ്സിന്റെ പ്രശ്നമാണോ എനിക്ക് കോഡിങ് പറ്റാനിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെയും ഞാനത് ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്കോഡിൽ വെച്ചാൽ ആ ഒരു ടൈമിൽ ഞാൻ IT-യിൽ കയറാൻ വേണ്ടി കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കണ്ടിന്യൂസ് വർക്ക് അല്ല. 2 വർക്കിന്റെ ഇടയിലും നല്ല ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാരിയർ ആയിരുന്നു. അവർ കരിയർ ബ്രേക്കുള്ളവരെ എടുക്കൂല. അതുപോലെ തന്നെ IT ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസും നല്ല ലോ ആയി. ലൈക്ക് എനിക്ക് പറ്റൂല എന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അപ്കോഡിനെ കുറിച്ച് അറിയുന്നത്. അപ്കോഡിൽ ഞാൻ കരിയർ ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കരിയർ ബ്രേക്കുള്ള മദേഴ്സിന് വേണ്ടിയിട്ട് അവിടെ പ്രത്യേക ഫ്ലൈ അഗെയിൻ വിത്ത് IT എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അവിടെ തന്നെ പഠിച്ചിട്ട് കുറേ ആൾ കരിയർ ബ്രേക്കുള്ള ആൾക്കാർ വീണ്ടും പ്ലേസ്ഡ് ആയി ജോബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അപ്കോഡിൽ അവരെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു. അവരെ അവരെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കി, അവരെ വെബിനാർ അറ്റൻഡ് ചെയ്തു. എന്നിട്ടും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി എനിക്ക് IT പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ അപ്കോഡിൽ കണക്ട് ചെയ്തു. ഞാൻ ജാഫർ സാറിൻ്റെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ കിട്ടി. അപ്പോൾ ജാഫർ സാറിനോട് എൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒരു കോഴ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫീൽഡാന്നൊക്കെ പറയുന്നത്. സാർ പറഞ്ഞു എല്ലാ ഫീൽഡിനും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. ഏത് ഫീൽഡ് എടുത്താലും നീ മുന്നേ ജോലി ചെയ്ത ഫീൽഡായാലും സ്ട്രെസ് ഇല്ല, ആ ഒരു സ്ട്രെസ്സേ ഉണ്ടാവും, പേടിക്കേണ്ട, നീ കണ്ടിന്യൂ ചെയ്തു ധൈര്യമായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളാണ് അത്, എനിക്കുള്ള പോലെ എല്ലാവർക്കും ഉണ്ടാവും സ്റ്റാർട്ടിങ് ട്രബിള്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെയാണ് എനിക്കും ഉണ്ടായതെന്ന് ഞാനിപ്പോൾ അത് തിരിച്ചറിയുന്നു.
അപ്പോൾ സാർ പറഞ്ഞ ആ ഒരു മോട്ടിവേഷനിൽ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുൾ ഫീൽഡ് അല്ല, എല്ലാ ഫീൽഡിലുള്ള പോലെ ഒരു സ്ട്രെസ് ഇതിലും ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ സക്സസ്ഫുള്ളി ഞാൻ ഒരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്കോഡിൽ ഞാൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് റിയാക്ട് ആയിരുന്നു പഠിച്ചത്. അതിൽ നമുക്ക് പിന്നെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ, ആ ഒരു രീതിയിൽ സാറ് ക്ലാസ്സസ് നമുക്ക് തരും. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. IT കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല. പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അതപ്പോൾ ഏകദേശം 10 years അധികം ആയി, അപ്പോൾ മറന്നു കാര്യങ്ങളെല്ലാം. അപ്പോൾ സാർ പറഞ്ഞ കുഴപ്പമില്ല, ബേസിക്സ് മുതലുള്ള ക്ലാസ് ആയിരിക്കും, ഡെവലപ്പേഴ്സിൻ്റെ തന്നെ അസിസ്റ്റൻസും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടി, എനിക്കിത് ചെയ്യാൻ പറ്റും, ഈ ഫീൽഡിൽ ഞാൻ ഓക്കെ ആണെന്നുള്ള കോൺഫിഡൻസ് കിട്ടി. പിന്നെ സാറിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുന്ന പോലെയാണ് പൊതുവെ എനിക്ക് അതുവരെ തോന്നിയത് കോഡിങ്. പക്ഷെ സാറ് എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ഓർമ്മിക്കാൻ പറ്റും ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ. കരിയർ അംബീഷ്യസ് തന്നെ ആയിരുന്നു മുന്നേ. പക്ഷെ ഒരു മദർ ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം മോമെല്ലാം ആകുമ്പം കുട്ടീനെ വീട്ടിലാക്കി പോകാൻ ഒരു മോം ഗിൽറ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കരിയർ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ബട്ട് സ്റ്റിൽ മൈൻഡിൽ എപ്പോഴും ഒരു വോയിഡ് ഫീലാണ്, കരിയർ എവിടെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ബാരിയർ മുന്നിലുണ്ടായിരുന്നു. കരിയർ ബ്രേക്കുള്ളവരെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈയിങ് പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ചൂസ് ചെയ്തത് അപ്പോൾ ഞാൻ നൗക്രിയിലൊക്കെ നോക്കിയപ്പോൾ റിയാക്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന് മനസ്സിലായി. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടു. പിന്നെ ഫുൾ സ്റ്റാക്ക് എടുക്കുന്നതിനേക്കാളും ബാക്ക് എൻഡ് എടുക്കുന്നതിനേക്കാളും ഒരു സ്റ്റാർട്ടിങ്ങിന് ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടി ഈസിന്ന് തോന്നിയതുകൊണ്ട് ഫ്രണ്ട് എൻഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫുൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഈസിയാന്ന് തോന്നുന്ന പോലെ ഞാൻ റിയാക്ട് മാത്രം പഠിച്ചു. പക്ഷെ ഇപ്പോൾ ആംഗുലാർ പഠിച്ച് ആംഗുലാറിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ Node.js-ഉം പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു ഈസി ആയിട്ട് തന്നെ തോന്നുന്നു എല്ലാം. ചലഞ്ചസ് ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ വീഡിയോസ് വാച്ച് ചെയ്താലും നമുക്ക് അസൈൻമെന്റ്സ് തരും. അസൈൻമെന്റ്സിന് നമ്മൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ടും ഒക്കെ വീഡിയോസ് നന്നായി വാച്ച് ചെയ്തിട്ടൊക്കെയാണ് അസൈൻമെന്റ്സ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ചലഞ്ചസ് ഉണ്ട്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ തറോ ആയിരിക്കും, നമുക്കൊരു കോൺഫിഡൻസും ബൂസ്റ്റ് ആവും, ലൈക്ക് അതിൽ നമ്മൾ തറോ ആയി എന്നുള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളും സ്റ്റഡീസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ മാനേജ് ചെയ്യും. അത് എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി എല്ലാം മാനേജ് ചെയ്യും. കോഴ്സ് കൂടാതെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്കോഡിന്റെ അണ്ടറിൽ തന്നെ ഓൺ ജോബ് ട്രെയിനിങ് ആയിട്ട് കീബോർഡിൽ ജോയിൻ ചെയ്തു. അവിടെ റിയൽ വേൾഡ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടി. അപ്കോഡിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈമും അതിൽ വീഡിയോസ് കാണാം. പക്ഷെ നമുക്ക് ഡെയിലി സ്റ്റാൻഡപ്പ് ഉണ്ട്. നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ പുഷ് ചെയ്യും. ഡെയിലി സ്റ്റാൻഡപ്പിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ കുറവാണെങ്കിൽ അവർ പറയും ഇത് പോരാ, ഇതിൽ കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അസൈൻമെന്റ് ചെയ്തു എന്നുള്ളതൊക്കെ അവരെപ്പോഴും ട്രാക്ക് ചെയ്യും. ലൈക്ക് നമ്മളെ ഒരു പുഷിങ് എന്തായാലും അപ്കോഡിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് അപ്കോഡിന്റെ പാരന്റ് കമ്പനിയായ കീബോർഡിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് തന്നെയാണ് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് തരിക. അവരെ നമ്മൾ അപ്കോഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്കോഡിൽ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരോട് പറഞ്ഞാൽ നമുക്ക് അവർ വഴി കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്കോഡിന്റെ ആപ്പിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ടൈം സ്ലോട്ടിൽ ഓരോ ഡെവലപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്ലെക്സിബിൾ ലേണിംഗ് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പറ്റുന്ന ടൈമിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഓൾറെഡി റെക്കോർഡഡ് വീഡിയോസ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ എന്തായാലും മൈൻഡ് ഔട്ട് ആവും. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് അടിച്ച് കാണാം. ഒരു കാര്യം വീണ്ടും എത്ര റിപ്പീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും കണ്ട് നമുക്ക് തറോ ആവാം. അപ്കോഡിൽ പഠിച്ച് പ്ലേസ്ഡ് ആയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. എൻ്റെ പാരൻസും നല്ല ഹാപ്പി ആയിരുന്നു. ലൈക്ക് അവരും നന്നായി പഠിപ്പിച്ചിട്ടും എവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം അവർക്കും ഉണ്ട്. അപ്പോൾ ജോബ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവരും നല്ല ഹാപ്പിയായി. പിന്നെ ഞാൻ മുന്നേ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ IT ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കരിയർ ബ്രേക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരൊക്കെ സംസാരിച്ചത്.
അപ്പോൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പ്ലേസ്ഡ് ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അക്കൗണ്ടിന്റെ സൈഡിൽ നിന്ന്. നമുക്ക് പ്ലേസ്മെന്റ് കോൾ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ കോൾ, അതിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അവര് നമുക്ക് CV ഉണ്ടാക്കാനുള്ള അസിസ്റ്റൻസ് തരും. അങ്ങനെ അപ്പോൾ നമുക്ക് ഫുള്ളി ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ക്യാപ്പബിൾ ആക്കും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്നുള്ള ഒരു കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ജോബ് എങ്ങനെ സെർച്ച് ചെയ്യാം, ഏതൊക്കെ സൈറ്റ്സിൽ സെർച്ച് ചെയ്യാം, ജെന്യൂൻ ആയിട്ടുള്ള ജോബ്. ഇപ്പൊ കുറെ ഫ്രോഡ്ലൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള ജോബ്സ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാന്നൊക്കെയുള്ള കറക്റ്റ് അസിസ്റ്റൻസ് നമുക്ക് തരും. അപ്പോൾ എനിക്ക് തോന്നി സ്പൂൺ ഫീഡ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നമ്മൾ സെൽഫ് ക്യാപ്പബിൾ ആക്കി നമ്മളെ, അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്കോഡിൽ കോഴ്സ് കഴിഞ്ഞ് ഓൺ ജോബ് ട്രെയിനി ആയിട്ട് കീബോർഡിൽ കയറി. അപ്പോൾ കീബോർഡിൽ റിയൽ വേൾഡ് പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൺ ജോബ് ട്രെയിനിങ് കഴിഞ്ഞ് വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അവർ കീബോർഡിൽ പ്ലേസ്മെന്റ് തന്നു. പ്ലേസ്ഡ് ആയതിനു ശേഷം ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഫാമിലി ലൈഫും ജോബും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന് ടൈമൊക്കെ മാനേജ് ചെയ്ത്. മുന്നേ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫായിരുന്നു. ഇപ്പൊ ജോബും വീട്ടുകാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മോനും അതിനനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയി, ഓനൊരു മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു വർക്കിംഗ് മോം ആകുമ്പോൾ നമ്മുടെ മോന്റെ മുന്നിലായാലും മോന്റെ സ്കൂളിൽ നിന്നായാലും ഫാമിലിയിലായാലും ഒക്കെ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ആണ്, അതുപോലെ തന്നെ വർക്കിംഗ് മോമിന്റെ ഒരു ഡിഗ്നിറ്റി എന്തായാലും നമുക്ക് ഉണ്ടാവും. ജോബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഫാമിലി അതുപോലെ കുട്ടികളെ നോക്കണം, അങ്ങനെ അപ്പോൾ ടൈം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് മോനെ നോക്കണം, ഫാമിലി നോക്കണം, ടൈം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കരിയർ വേണമെന്നുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വന്നപ്പോൾ എല്ലാം ടൈം മാനേജ് ചെയ്യാൻ പറ്റി, എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതായത് എല്ലാവർക്കും ഉള്ളതൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമ്മളൊരു സ്റ്റാർട്ടിങ് എടുത്താൽ പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പോകാം. നമുക്ക് അത് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം. വേറെ ആര് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു സെൽഫായി പുഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല.